നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് കനത്ത തിരിച്ചടി. മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ദിലീപിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അനുസരിച്ച് മൊഴിപ്പകർപ്പുകൾ നൽകാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ മൊഴിപ്പകർപ്പുകൾ അതിജീവിതയ്ക്ക് നൽകണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇതിനെതിരെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതി ദിലീപ് നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ജസ്റ്റിസുമാരായ എൻ നഗരേഷ്, PM മനോജ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ദിലീപിന് കനത്ത തിരിച്ചടിയായ ഉത്തരവിറക്കിയത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചതോടെ സാക്ഷിമൊഴികളുടെ പകർപ്പ് എറണാകുളം സെഷൻസ് കോടതി അതിജീവിതയ്ക്ക് ഉടൻ നൽകണം. വസ്തുതാന്വേഷണ റിപ്പോർട്ടും സാക്ഷിമൊഴികളും രഹസ്യരേഖയല്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. സിംഗിൾ ബെഞ്ച് നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യം ഉന്നയിക്കാനാവില്ല എന്നുമുള്ള ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന 8ാം പ്രതി ദിലീപിന്റെ വാദവും ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. പ്രധാന ഹർജിക്കൊപ്പമുള്ള അനുബന്ധ ഉത്തരവാണ് സിംഗിൾ ബെഞ്ചിന്റേത് എന്ന അതിജീവിതയുടെ അഭിഭാഷകന്റെ വാദം അവധിക്കാല ബെഞ്ച് ശരിവെച്ചു. പ്രത്യേക ഹർജിയായി പരിഗണിക്കണോ എന്ന കാര്യം സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. സിംഗിൾ ബെഞ്ച് അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മെയ് 30-ന് ഹർജികളിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു അതിജീവിതയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത്. മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ ശക്തമായ നിയമ നടപടി വേണമെന്ന് വനിതാ സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു. വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണ്. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടവർ പ്രതിക്ക് അനുകൂലമായി നിൽക്കുന്നു. കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ്. കോടതികൾ നീതിയുടെ പക്ഷത്താണെന്ന് ഉറപ്പിക്കാൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുമാണ് വനിതാ സാംസ്കാരിക പ്രവർത്തകരുടെ സംയുക്ത പ്രസ്താവന. റിപ്പോർട്ടർ, കൊച്ചി.